ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി നട തുറന്നതിനു ശേഷമാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലായി 14 സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് ഈവനിംഗ്. അല്പസമയം മുമ്പാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടുകൂടി തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. വിവരങ്ങൾ നട തുറന്നത്. ഈ നട തുറക്കുന്ന ദിവസം ഇന്ന് പ്രത്യേക ചടങ്ങുകളോ പൂജകളോ ഇല്ല. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായി ഉണ്ടായിരുന്നത് ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 2 ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 98-99 കാലത്ത് ിലെയും സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 98-99 കാലത്ത് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളികളാണ് ഇപ്പോൾ ഈ സ്വർണം പൂശി അറ്റകുറ്റപ്പണി നടത്തി തിരികെ എത്തിച്ചിരിക്കുന്നത്. ഈ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 ഇത് അറ്റകുറ്റപ്പണിക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നൽകിയതാണ് വലിയ ക്രമക്കേടുകൾക്ക് ഇടയാക്കിയത്. ഇതിൽ നിന്ന് വലിയ തരത്തിൽ സ്വർണം അപഹരിച്ചു എന്നതാണ് ഈ കോടതി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ഏകദേശം 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അപഹരിച്ചു എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി അതിനെല്ലാം ആധാരമാക്കിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്വർണ്ണപ്പാളികളാണ്. ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ നിന്ന് സ്വർണം അപഹരിക്കുകയാണ് ഉണ്ടായതെന്ന് ദേവസ്വം വിജിലൻസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തി. 2025 സമാനമായ തട്ടിപ്പ് നടത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ 2025 2019 സമാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ടില്ല. ഉദ്യോഗസ്ഥർ കൃത്യമായി ഇതിന് മേൽനോട്ടം വഹിച്ചു. അങ്ങനെയാണ് ആ ഒരു തട്ടിപ്പിന് കളമൊരുങ്ങാതെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തവണ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ കൊണ്ടുവന്നത്. പക്ഷേ ദേവസ്വം കമ്മീഷണറെ അറിയിച്ചില്ല, ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ള വീഴ്ച ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു. ഈ വീഴ്ച ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചതോടുകൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഓരോ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണ്ണപ്പാളികൾ തിരികെ ശബരിമലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭക്തർക്കൊന്നും തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താതെയാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. ഭക്തരെ ഈ സന്നിധാനത്തേക്ക് സോപാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് തന്നെ ഒരു വശത്ത് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മണ്ഡല മകരവിളക്കിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഈ നാളെയാണ് മേൽശാന്തി നറുക്കെടുപ്പ്. വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.